Hello friends, welcome to Mage Mobiles and Computers to update people. So, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ Oppo Reno3 Proന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഈ ഫോൺ റിലീസ് ചെയ്യുന്നത് മാർച്ച് 2 ആയിരിക്കും. നമ്മുടെ എല്ലാ ഷോറൂമുകളിലും മാർച്ച് 6 ശേഷം ഇത് അവൈലബിൾ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ പ്രീ ബുക്കിംഗ് ടൈമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലാക്കും അതേപോലെ തന്നെ അറോറ ബ്ലൂ, ഈ രണ്ട് കളറിൽ രണ്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഇതിപ്പോൾ അൺബോക്സിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആൻഡ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടിപൊളി ഫോണിൻ്റെ ബാക്കിൽ കോഡ് ക്യാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ വേൾഡ് ഫസ്റ്റ് ഡുവൽ ഹോൾ പഞ്ച് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 44 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അതേപോലെ 2 മെഗാ പിക്സലിൻ്റെ വേറെ ക്യാമറയും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്തിട്ടും അതേപോലെ തന്നെ ബാക്കിയുള്ള കുറേ ഓഫേഴ്സൊക്കെ പറഞ്ഞാണ് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ Oppo Reno3 Proൻ്റെ ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമ്മുടെ ബോക്സിൽ പറഞ്ഞിട്ട് ഇതിന് നമുക്ക് 2 വേരിയൻ്റാണ് വരുന്നത്. 8GB 128GB ഇൻറ്റേർണൽ മെമ്മറിയും 8GB 256GB ഇൻറ്റേർണൽ മെമ്മറി. നമുക്ക് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒന്ന് അറോറ ബ്ലൂ വരുന്നുണ്ട്, അതേപോലെ മിഡ് നൈറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്കൈ വൈറ്റും വരുന്നുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ 8GB 128GB ഇൻറ്റേർണൽ മെമ്മറി വേർഷനാണ്. നമ്മുടെ ഓപ്പോൻ്റെ കാഷ്വലായിട്ടുള്ള പാക്കിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് നമ്മുടെ ഒരു ഫോൺ നമ്മുടെ ഉള്ളിലാണ്. ഫസ്റ്റ് നമ്മുടെ കാറ്റലോഗും ബുക്സും അങ്ങനത്തെ കാർഡ്സൊക്കെയാണ് ഇതിൽ. പിന്നെ നമുക്കൊരു ക്ലിയർ കേസ് ലഭിക്കുന്നുണ്ട്, നമ്മുടെ ഫോൺ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലിയർ കേസ്. അതേപോലെ തന്നെ നമ്മുടെ ക്വിക്ക് ഗൈഡ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സേഫ്റ്റി ഗൈഡ്, അതേപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ ഒരു സിം എജക്റ്റ് ടൂളും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോണാണ് കിടക്കുന്നത്. ഫോണിൽ വരുന്ന ബാക്കി നമുക്ക് ബോക്സിലുള്ള എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. നമ്മുടെ ബോക്സിൽ നമുക്ക് 30 വാട്ട് ചാർജ്. ഓക്കെ, നമ്മുടെ Oppo Reno വരുന്ന വൂക്ക് ചാർജിൻ്റെ 4.1 അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. 30 വാട്ട്സ് ചാർജിങ്, അത് 20 മിനിറ്റ് കൊണ്ട് 50%, അതേപോലെ 56 മിനിറ്റ് കൊണ്ട് 100% വരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇത്. അതിൻ്റെ അത്യാവശ്യം 1.1 മീറ്ററിൻ്റെ അടുത്ത് ലെങ്ത് വരുന്ന ഡാറ്റ കേബിൾ മീൻസ് നമ്മുടെ ഏറ്റവും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഡീസൻറ്റ് പെയർ ഓഫ് ഒരു ഹെഡ്ഫോണിൻ്റെ സെറ്റും കിട്ടുന്നുണ്ട്. ഓപ്പോൻ്റെ നമ്മുടെ ഡീസൻറ്റ് പെയർ ഹെഡ്സെറ്റാണ് കിട്ടുന്നത്. നമ്മുടെ ഫോൺ ഇതാണ് Oppo Reno3. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 44 മെഗാ പിക്സൽ ഡുവൽ പഞ്ച് ഹോൾ ക്യാമറ വരുന്നത്, പിന്നെ 64 മെഗാ പിക്സലിൻ്റെ കോഡ് ക്യാം വിത്ത് 20x സൂമാണ്. അത് 5 സൂം വരുന്നുണ്ട്, നമുക്ക് ഹൈബ്രിഡ് സൂം. അതേപോലെ നമ്മുടെ ബാക്കിൽ പിന്നെ നമുക്ക് 20x ഡിജിറ്റൽ സൂമും നമുക്ക് നടക്കും. അൾട്രാ ക്ലിയർ 108 മെഗാ പിക്സൽ ഫോട്ടോ, നമുക്ക് 64 മെഗാ പിക്സൽ ഫോട്ടോ ആണ് സെൻസറാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് നമുക്ക് 108 മെഗാ പിക്സൽ ഫോട്ടോ വരെ ആക്കാൻ പറ്റും. 6.4 ഇഞ്ച് സൂപ്പർ AMOLED E3 സ്ക്രീനാണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ 30 വാട്ട് വൂക്കിൻ്റെ ഫ്ലാഷ് ചാർജ് 4.0 നമുക്ക് ലഭിക്കുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഡുവൽ പഞ്ച് ഹോൾ ക്യാമറ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് ഇതാണ് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലാക്ക്. ഇപ്പോൾ 2 കളർ ആയിട്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. ഇനി സ്കൈ വൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ മിഡ് നൈറ്റ് ബ്ലാക്കും അതേപോലെ തന്നെ അറോറ ബ്ലൂ ആണ്. ഇപ്പോൾ നമ്മുടെ ഓപ്പോൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ 13 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്, നമ്മുടെ ഹൈബ്രിഡ് ക്യാമറ. അതേപോലെ പിന്നെ നമ്മുടെ 64 മെഗാ പിക്സലിൻ്റെ അൾട്രാ ക്ലിയർ ക്യാമറ. ഇത് നമുക്ക് OIS-ഉം EIS-ഉം വരുന്നുണ്ട്, ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. നമുക്ക് വൈഡ് ആംഗിളും ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടും. അതേപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ അതായത് മോണോഗ്രാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ. അതേപോലെ തന്നെ നമ്മുടെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ. അങ്ങനെ 4 ക്യാമറ സെറ്റപ്പാണ് നമ്മുടെ ബാക്കിൽ വരുന്നത്. 20x ഹൈബ്രിഡ് സൂം ബാക്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓപ്പോൻ്റെ. പിന്നെ നമ്മുടെ ഫ്രണ്ട് നമുക്കിപ്പോൾ ടേൺ ഓൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ടേൺ ഓൺ ചെയ്ത ഫോണാണിത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 44 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ഓളും, അതേപോലെ 2 മെഗാ പിക്സലിൻ്റെ വേറൊരു നമ്മുടെ ബൊക്കെ എഫക്റ്റ്. നമുക്ക് ഫ്രണ്ട് ക്യാമിലും ബൊക്കെ എഫക്റ്റിൽ വീഡിയോ എടുക്കാൻ കഴിയും ഈ ഫോണിൽ. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇത് വെക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറ സെറ്റപ്പ്, അതായത് ക്യാമറയുടെ ഏറ്റവും ഫീച്ചേഴ്സിലൊന്ന് നമുക്ക് വൈഡ് ആംഗിൾ ഉണ്ടാവും. വൈഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അധികം വൈഡാണ്. ആ വൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം വൈഡാണെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് ഇതെടുത്ത് കഴിഞ്ഞാൽ 1x സൂം, നമ്മുടെ സ്റ്റാൻഡേർഡ് 2x സൂം, അതേപോലെ 5x സൂം, നമുക്ക് 10x സൂം പറ്റുന്നുണ്ട്. അതേപോലെ നമുക്ക് 20x സൂം വരെ പറ്റുന്നുണ്ട്. അപ്പോൾ അൾട്രാ സൂമിങ് ഇതാണ് വരുന്നത്. നമ്മുടെ ക്ലാരിറ്റി പോവുകയില്ല. അതേപോലെ തന്നെ നമ്മുടെ ക്യാമറയിൽ തന്നെ വീഡിയോയിൽ വരെ ഇത് വരുന്നുണ്ട്. അൾട്രാ ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡാർക്ക് മോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത്
പിച്ച് ബ്ലാക്കിൽ ഒന്നും കാണാൻ പറ്റും അത്രയും ബ്ലാക്കിൽ നമുക്ക് കളർഫുള്ളായി ഫോട്ടോ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റഡി മോഡ്, അൾട്രാ സ്റ്റഡി മോഡാണ്. അത് നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസേഷൻ നമ്മുടെ പക്കയാക്കാൻ വേണ്ടിയിട്ടുള്ള അൾട്രാ സ്റ്റെബിലൈസേഷൻ മോഡ്. അതേപോലെ പോർട്രേറ്റ് മോഡ് നമുക്ക് ഡബിൾ ക്യാമറ ഹാർഡ്വെയർ ബിൽറ്റ് ഹാർഡ്വെയർ ബ്ലറാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഹീലിയോ P95 ആണ്. അതായത് സ്നാപ്ഡ്രാഗൺ 855 പവർഫുള്ളായ പ്രോസസ്സറുകളൊന്നാണ് നമ്മുടെ ആ പ്രോസസ്സർ. അതേപോലെ നമ്മുടെ ഡിസ്പ്ലേ വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള അമോലെഡ് ഫ്ലൂയിഡ് ഡിസ്പ്ലേ നമുക്ക് പറയാൻ പറ്റും. കാരണം E3 സ്ക്രീൻ, അതേപോലെ ഗോറില്ല ഗ്ലാസ് 5 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിലെ ക്യാമറ ബമ്പിൽ വന്നിട്ടുള്ളത് സഫയർ ഗ്ലാസ് ആണ്. സഫയർ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 5 ലെവൽ 6 അതായത് നമ്മൾ സ്ക്രാച്ച് ആവുക. പക്ഷേ സഫയർ ഗ്ലാസ് ആവുന്ന സമയത്ത് ലെവൽ 7 ലെവൽ 8 ആയി കഴിഞ്ഞാലും സ്ക്രാച്ച് കാണുക. അവിടെ നമ്മളിപ്പോൾ ഫോൺ ക്യാമറ ബമ്പുണ്ടെങ്കിൽ നമ്മൾ വെച്ചാലും എടുത്താലൊന്നും നമ്മുടെ ക്യാമറ ബമ്പിൽ സ്ക്രാച്ചോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വരില്ല. അതുകൂടാതെ നമുക്കിതിൽ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻ്റാണ് ലഭിക്കുന്നത്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ 3.0 വരുന്ന ഫിംഗർ പ്രിൻ്റാണ്. നമുക്ക് ഫിംഗർ വെച്ച് കഴിഞ്ഞ് 0.3 സെക്കൻഡ് കൊണ്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ കൂളിംഗ്, അതായത് നമ്മൾ ഇത്രയും നല്ല പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഗെയിമിങ്ങും അതേപോലെ തന്നെ ഓൺലൈനിൽ വീഡിയോസും HD വീഡിയോസ് കാണുമ്പോൾ കൂളിംഗ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ട്രിപ്പിൾ ലെയർ ഗ്രാഫൈറ്റ് കൂളിംഗാണ് വരുന്നത്. തെർമൽ ജെല്ലും അതേപോലെ തന്നെ കോപ്പർ ഹീറ്റും അതേപോലെ തന്നെ നമ്മുടെ ഗ്രാഫൈറ്റ് പ്ലേറ്റും, അങ്ങനെ 3 ലെയറായിട്ട് കൂളിംഗും ഉണ്ട്. ഈ ഒരു ഫോൺ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഗെയിമിങ്ങും ബാക്കി എല്ലാ കാര്യം പക്കയായിട്ട് ചെയ്യും വിത്തൗട്ട് ഗെറ്റിംഗ് ദ ഫോൺ ഹോട്ട്. അതേപോലെ നമ്മുടെ ഫോൺ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 175 ഗ്രാമാണ്. പക്ഷേ 4025 mAh, അതും നമ്മുടെ ഈ ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഫോൺ ഇത്ര ലൈറ്റ് വെയിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഫീലിംഗ് കൂടി ഇല്ല. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മുടെ പവർ ബട്ടൺ, നമുക്ക് പവർ ബട്ടണിൽ ഒരു ഗ്രീൻ മാർക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ പവർ ബട്ടൺ അത് നമുക്ക് പവർ ബട്ടൺ ആണെന്നുള്ള തിരിച്ചറിവ് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ സൈഡിൽ നമുക്ക് ഇവിടെയാണ് നമ്മുടെ സിം എജക്റ്റ് ടൂൾ വരുന്നത്. നമുക്കിതിലിപ്പോൾ ഓൾറെഡി 256 GB ഇന്റേണൽ മെമ്മറി വേർഷനും അതേപോലെ തന്നെ ഒരു 128 GB ഇന്റേണൽ മെമ്മറി വേർഷനാണ്. അത് മതിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി കാർഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി 2 നാനോ സിമ്മിൻ്റെ ഓപ്ഷൻ കൂടി ഉണ്ട്. അങ്ങനെ ട്രിപ്പിൾ സ്ലോട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്, അതേപോലെ നമുക്ക് ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എത്ര ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്ന ഫോണിൽ പോലും കാണാത്തൊരു ഫീച്ചേഴ്സ് വന്നാൽ നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക്. അത് പിന്നെ നമ്മുടെ ടൈപ്പ് സി ആണ്. കാരണം ഫാസ്റ്റ് ചാർജിങ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ടൈപ്പ് സിയിലാണ്. പിന്നെ നമ്മുടെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഫോണിൽ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഇതിൽ ഓൾറെഡി ഇൻബിൽട്ടായി വരുന്ന സോലൂപ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോ എഡിറ്റർ ഉണ്ട്. അപ്പോൾ ഈ സോലൂപ്പ് വീഡിയോ എഡിറ്ററിൽ നമുക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്താൽ മതി. സോലൂപ്പിനെ ഓട്ടോമാറ്റിക്കലി എഡിറ്റ് ചെയ്ത് തരും. നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് വീഡിയോ എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോസ് ഇതേപോലെ ഇഷ്ടമുള്ള വീഡിയോസ് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ എഡിറ്റ് ചെയ്ത് തരും. ഇതിൻ്റെ ടെസ്റ്റ് നമ്മുടെ Oppo Reno3 Pro വരുന്ന കുറേ അധികം ഓഫേഴ്സും വെച്ചിട്ടാണ്. അപ്പോൾ Reno3 Pro നിങ്ങളുടെ പ്രീ ബുക്കിംഗ് തൊട്ടാണ് നമ്മുടെ ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫോൺ നിങ്ങൾ ഇമേജ് മൊബൈൽസിന് ഞാൻ വേണ്ടി ഏതെങ്കിലും ഷോറിൽ നിന്ന് പ്രീ ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് 2999 രൂപ വിലയില്ല ഓപ്പോൻ്റെ ഒരു വയർലെസ് സ്പീക്കർ ഫ്രീ ആയി ലഭിക്കും. അപ്പോൾ ഈ പ്രീ ബുക്കിംഗ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒരു ലക്കി കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് സെലക്ട് ആയിപ്പെടും. ആ ലക്കി കോൺടെസ്റ്റിന് ജയിക്കുന്ന 1000 വിന്നേഴ്സിന് ഓപ്പോൻ്റെ എൻകോ എയർപോഡ്സ്, അതായത് നമ്മുടെ ഇന്നിയർ ആയിരുന്ന ഓപ്പോ എയറിൻ്റെ എൻകോ എയർപോഡ്സ് നമുക്ക് ആ 1000 ലക്കി വിന്നേഴ്സിന് ലഭിക്കും. അത് നമുക്കിപ്പോൾ വാങ്ങാനാണെങ്കിൽ ബജാജിൻ്റെ ഫൈനാൻസ് കാർഡ് വെച്ച് വാങ്ങുന്ന ആൾക്കാരാണ് അവർക്ക് 0 ഡൗൺ പേയ്മെൻറ്റിലായിരിക്കും ഫോൺ ലഭിക്കുക. അതേപോലെ തന്നെ HDFCയുടെ കാർഡ് ഉപയോഗിക്കുക, HDFCയുടെ കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അവർക്ക് 10% ക്യാഷ് ബാക്കും ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് 6 മാസത്തെ ഡാമേജ് പ്രൊട്ടക്ഷൻ വാറണ്ടി എടുക്കുന്നുണ്ട് കമ്പനി. അപ്പോൾ എന്ത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഡാമേജ് നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ നിങ്ങളിപ്പോൾ ഈ Oppo Reno3 Pro ഫോൺ വാങ്ങുന്നത്, ഈ ഫോൺ അതായത് നിങ്ങളുടെ അടുത്തുള്ള വേറൊരു ഓപ്പോ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങൾ Reno3 Pro വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്കൊരു സോണിക്കിൻ്റെ ഹെഡ്സെറ്റും കിട്ടും. അങ്ങനെ കുറേയധികം ഓഫേഴ്സുള്ള ഒരു ഇതാണ് നിങ്ങളുടെ ഈ Oppo Reno3 Pro. നമ്മൾ പറഞ്ഞു നമ്മുടെ ക്യാമറ എന്ന് പറഞ്ഞാൽ 64 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്, ക്യാമറയുടെ സെൻസറാണ്. പക്ഷേ നമുക്ക് 108 മെഗാപിക്സലിൽ ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് 44 മെഗാപിക്സൽ വേൾഡ് ഫസ്റ്റ് 44 മെഗാപിക്സലിൻ്റെ ഹോൾ പഞ്ച് ക്യാമറയാണ്. അതിൽ നമുക്ക് ബൊക്കെ എഫക്റ്റ് കൂടി കിട്ടും. ബൊക്കെ എഫക്റ്റ് കിട്ടുന്ന ഫ്രണ്ട് ക്യാമറയിൽ അതായത് നമുക്ക് 2 മെഗാപിക്സലിൻ്റെ ബ്ലർ തരാൻ വേണ്ടി ഹാർഡ്വെയർ ബ്ലർ തരാൻ വേണ്ടിയിട്ടുള്ള ക്യാമറയാണിത്. അതേപോലെ നമുക്ക് ബാക്കിൽ കിട്ടുന്ന ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അൾട്രാ വൈഡ് ക്യാമറ. അപ്പോൾ നമ്മളിന്ന് സൂം ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സൂം ചെയ്ത് 20, അതായത് ഇപ്പോൾ 12 എത്തിയിട്ടുള്ള ഇനി 17, അത് കഴിഞ്ഞിട്ട് നമുക്ക് 20 സൂം വരെ പോകാൻ പറ്റും. അത് നമ്മളിപ്പോൾ പോയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളിൽ നിന്നാണ്, അതായത് ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ക്യാമറ എത്ര അധികം അടിപൊളിയാണെന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റഡി മോഡ് വരുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ സ്റ്റഡി ഒന്നും അല്ലാത്തുള്ള അവസ്ഥയിലാണ് 60 FPS. ഞാനിപ്പോൾ സ്റ്റഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും സ്റ്റഡി വരുന്നുണ്ട്. ആ സ്റ്റഡിയിൽ തന്നെ നമുക്ക് വീണ്ടും ഒരു പ്രോ വേരിയൻറ്റ് വരുന്നുണ്ട്. പ്രോ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് DSLR നമ്മൾ
ഗിംബൽ വെച്ച് അതേ സ്റ്റഡിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഗിംബൽ കില്ലർ എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാൻ പറ്റും. അത്രയധികം പക്കയാണ് ഇതിൻ്റെ ക്യാമറയും വീഡിയോ ഫെസിലിറ്റീസും എല്ലാം തന്നെ. അതേപോലെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഡുവൽ ക്യാമറ വരുന്നതുകൊണ്ട് നമുക്ക് ബ്ലർ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ബ്ലർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ബ്ലർ ചെയ്തിട്ടുള്ള DSLR ഒക്കെ എടുക്കുന്ന ക്വാളിറ്റി പോലെ അത് നമുക്ക് ബൊക്കെ എഫക്റ്റ് കൂട്ടാനും അതേപോലെ കുറയ്ക്കാനും എല്ലാം തന്നെ പറ്റും. ഇതൊക്കെ ഹാർഡ്വെയർ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ എല്ലാ ഷോറൂമിലും ഇപ്പോൾ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.